നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടുകാർ മുത്തുക്കുടയും മേളവുമായി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ കാഴ്ചക്കൊപ്പം ഒരു BJP ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ മതിയോ, മുനിസിപ്പൽ ചെയർമാനാണെന്നാണ് എനിക്ക് കണ്ടാൽ തോന്നുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ തിരുത്തണം. എന്തായാലും BJPക്കാർ പാലക്കാട്ട് കാല് കുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിച്ചാനയിക്കുന്നത് ഒരു BJPക്കാരിയാണെന്ന് നമുക്ക് ഈ വീഡിയോ ദൃശ്യം നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്കാണോ അദ്ദേഹത്തിനോട് വിരോധം? അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ MLA ആണ്, പാലക്കാട്ടെ MLA ആണ്. തൽക്കാലം പാർട്ടിയിൽ നിന്നൊന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്. അതൊക്കെ ഒരു ആരോപണം ഉയർന്നപ്പോൾ മറ്റൊരു ഗത്യന്തരവും ഇല്ലാണ്ട് തൽക്കാലത്തേക്കൊന്ന് പുറത്ത് നിൽക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നേരെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷകനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണുന്നത്. ഷാഫി പറമ്പിൽ ഒരു 3000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിന് ജയിച്ചൊരു മണ്ഡലത്തിൽ നിന്നാണ് 18,000 വോട്ടുകൾ നേടിയിട്ട് ഈ ധീരവീര നായകൻ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ രക്ഷകനായത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ പാർട്ടിയെ ഭരണത്തിലെത്തിക്കുക, മുനിസിപ്പാലിറ്റി പിടിക്കുക എന്നൊക്കെ കർത്തവ്യമുണ്ട്. അപ്പോൾ അതിന് രാഹുലിനെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല എന്ന് ഈ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്കറിയാം. അതുകൊണ്ട് വാ നേതാവേ, നമുക്ക് ഫീൽഡിലിറങ്ങാം എന്ന് ഇവിടുത്തെ നേതാക്കൾ വിളിച്ചു കാണും പാർട്ടിയുടെ. അത് നമ്മൾ TV കാണുന്നുണ്ടല്ലോ. MP അടക്കമുള്ള സകലരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, മീറ്റിംഗ് നടത്തുന്നു, രാഹുൽ വീടാന്തരം കയറി ഇറങ്ങുന്നു. അതിൽ എന്താണെന്നേ മറ്റു പാർട്ടികൾക്കൊക്കെ പ്രശ്നം? പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ പാർട്ടികൾക്ക് എന്താ പ്രശ്നം? അതിലങ്ങോട്ട് വിരളി പൂണ്ട മറു കക്ഷിയിലെ ആൾക്കാരുടെ കുതന്ത്രമാണ് പോലും ഈ കേസിലേക്ക് നയിച്ചത്, ഈ പരാതിയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സിലെ ചില നേതാക്കളെങ്കിലും പറയുന്നത്. ഈ രാഹുൽ വിഷയത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഈ പ്രസ്താവനകളിലൂടെ ഒന്ന് നമുക്ക് വേഗം കേട്ടു നോക്കാം. അപ്പം നമുക്ക് തീരുമാനമാകും ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് തീരുമാനമാകും. ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ ഉണ്ടാകും. പല കേസുകളും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. അപ്പോൾ അനുഭവമുള്ള ആൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണമല്ലോ. അങ്ങനെ ഒരു അനുഭവസ്ഥൻ പറയാണ്, തെരഞ്ഞെടുപ്പ് വന്നാൽ കേസ് വരും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സംഭവിച്ചത് എന്നാണ് ഈ UDF കൺവീനറായ ഈ നേതാവ് പറഞ്ഞു വയ്ക്കുന്നത്. പരമശുദ്ധനായ പച്ചപ്പാവമായ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഒരു കള്ളക്കേസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഈ നേതാവ് പറഞ്ഞു വയ്ക്കുന്നത്, UDF കൺവീനർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ KPCC നടപടിയെടുത്ത് എന്നൊന്നും മറുത്തൊന്നും ഇദ്ദേഹത്തിനോട് അങ്ങോട്ട് ചോദിക്കേണ്ട കേട്ടോ. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും തയ്യാറാകണം. അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു. എന്നാലും എൻ്റെ ഉണ്ണിത്താൻ സാറേ, ഇത് ഇത്തിരി കടുപ്പായി പോയി. രാഹുൽ മാങ്കൂട്ടം ഒരു നാറിയവനാണെന്നല്ലേ ഇപ്പോൾ ഈ സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം? അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇനി നാറേണ്ടി വരുന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ചില കോൺഗ്രസ്സുകാരൊക്കെ ഇതിനകം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ചില നേതാക്കളടക്കം മുൻ പ്രസിഡൻറ്റും ഉണ്ട്, അത്ര KPCC പ്രസിഡൻറ്റ്, അദ്ദേഹം ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാം. എന്തായാലും അദ്ദേഹവും ഇദ്ദേഹത്തെ ചുമന്നാൽ നാറേണ്ടി വരുമെന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാവോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ഉണ്ണിത്താൻ സാറേ, സാറ് ഈ പറഞ്ഞു വന്ന ഈ പ്രസ്താവന ഇറക്കിയ വീഡിയോകൾക്ക് താഴെ സാറിനെ പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിനകം സാറിനെ തെറി പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമൻ്റ് ഇട്ട് കാണും. സാറ് വേണമെങ്കിൽ അത് നോക്കിക്കോ, ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനമാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. പാലക്കാട്ടെ MP ആണ്, രാഹുലിനെ വളരെ അടുത്തറിയുന്ന ആളാണ്. അപ്പോൾ കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന മട്ടിൽ നമുക്ക് പുള്ളിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൂടെ ചോദിക്കാം. പക്ഷെ പുള്ളിക്ക് രാഹുൽ എന്ന പേര് തീരെ ഓർമ്മയില്ല. നമുക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തിലേക്കും മറ്റു ചില വിഷയങ്ങളിലേക്കും ഈ തെരഞ്ഞെടുപ്പിലെ വലിയ വിഷയങ്ങളിലേക്കും വരണം.
ഇവിടുത്തെ ജീവിതം ആകെ ദുസ്സഹമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അതെന്താണ് ഏതാണ് എന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയമല്ല പ്രധാനം. ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാണ്. ജീവിക്കാൻ മാർഗ്ഗമില്ല. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും താവളമായി കേരളത്തെ മാറ്റി ക്രിമിനലുകൾ ഇറങ്ങി. ഇപ്പോൾ ഇന്നത്തെ വാർത്ത മാധ്യമപ്രവർത്തകരെ കേട്ടല്ലോ, കേരളത്തിൽ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. 9.5 കൊല്ലത്തെ പിണറായി ഭരണം കൊണ്ട് ആകെ ജനം മടുത്തിരിക്കുന്നു. ക്രിമിനലുകളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആയിരിക്കുമോ ഉദ്ദേശിച്ചത് എന്നറിയില്ല. അതാവില്ല, ഈ ക്രിമിനലുകളുടെ വിളയാട്ടമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതിന് ഇന്ന് നടന്നത് എന്നൊരു ഉദാഹരണവും പറഞ്ഞ അദ്ദേഹം കുറേ അധികം പറയുന്നുണ്ട്. അത് മുഴുവൻ ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്നാലും മറ്റു പലർക്കും ചിലത് പറയാനുണ്ട്. അതും കൂടെ കേട്ടു നോക്കാം. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനി ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഇനി ഫണ്ട് സർക്കാരിന്റെ കോർട്ടിലാണ്. നടപടികൾക്കനുസരിച്ച് രാഹുലിനെതിരെ നിലവിലുള്ള അദ്ദേഹത്തിന്റെ എതിരായി സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ട പോലീസാണ്. അതിനവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. കണ്ടോ, നമ്മുടെ മുരളീധരൻ സാറിൻ്റേത് വളരെ പക്വമായ തീരുമാനം, ഡീസൻ്റായ തീരുമാനം. ആ പന്തങ്ങ് മുഖ്യമന്ത്രിക്ക് ഇട്ടുകൊടുത്തു. ഇനി പിണറായി വിജയന് ഗോളടിക്കുകയോ അടിക്കാതിരിക്കുകയോ എന്തു വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ ഡീസൻ്റായ സമീപനം അപൂർവമാണ് കേട്ടോ. എന്താണ് മുരളീധരൻ സാറ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന്റെ പിറകിൽ. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. ഇപ്പോഴാണ് ആശ്വാസമായത്. രാഹുൽ മാങ്കൂട്ടത്തിന് ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? രാഹുൽ മാങ്കൂട്ടം വളരെ നിരപരാധിയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് നമ്മുടെ സുധാകർജി വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു. എനിക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ആ പയ്യനെ പറ്റി അസസ് ചെയ്ത് തെറ്റുപറ്റി ഞാൻ വിളിച്ചു. 4 ചീത്ത പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അയ്യോ, ചീത്ത പറഞ്ഞില്ല. അതിനു മുമ്പേ മൂപ്പരെല്ലാ കഥകൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് എനിക്കെല്ലാം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കോൺഗ്രസിന് ഇദ്ദേഹത്തിന് വേണം. ഇനിയുള്ള കാലത്ത് ഇത്തരം മുതലുകളാണ് കോൺഗ്രസിനെ നയിക്കേണ്ടതെന്നാണ് ഈ നേതാവ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ കേട്ടതിൽ നിന്നെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ്, നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ നിലപാട്. അത് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്. അതിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അനുമാനത്തിലെത്താം. നമ്മുടെ കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ് ബായ് എന്നേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.